നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലീഗ് വണ്ണിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ PSG-ക്ക് സമനില ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. റെലഗേഷൻ സോണിലുള്ള ലെ ഹാവറയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. 31-ാം റൗണ്ട് പോരാട്ടത്തിൽ രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. PSG-യുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സമനില PSG-ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 19-ാമത്തെ മിനിറ്റിൽ ലെ ഹാവറെ ലീഡ് എടുക്കുകയായിരുന്നു. എന്നാൽ 29-ാമത്തെ മിനിറ്റിൽ ബാർക്കോളയിലൂടെ PSG ഒപ്പമെത്തി. പിന്നീട് 38-ാമത്തെ മിനിറ്റിലും 61-ാമത്തെ മിനിറ്റിലും ലെ ഹാവറെ ഗോളുകൾ നേടി. അതായത് ഒരു ഘട്ടത്തിൽ സ്വന്തം മൈതാനത്ത് PSG ദുർബലരോട് 1-3 ഗോളുകൾക്ക് പിറകിലായിരുന്നു. പക്ഷെ പിന്നീട് അവർ തിരിച്ചു വന്നു. 78-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസിന്റെ അസിസ്റ്റിൽ നിന്ന് അഷ്റഫ് ഹക്കീമി ഗോൾ നേടി. പിന്നീട് 95-ാമത്തെ മിനിറ്റിൽ കാങ്ലിയുടെ അസിസ്റ്റിൽ നിന്ന് ഗോൺസാലോ റാമോസ് ഹെഡറിലൂടെ ഒരു ഗോൾ നേടുകയായിരുന്നു. അങ്ങനെയാണ് PSG ഈ ഒരു സമനില പിടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കറിയാം PSG-യെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു മത്സരമാണ് ഈ മിഡ് വീക്കിൽ നടക്കാനിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെയാണ് അവർ നേരിടുന്നത്. വരുന്ന ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ആ ഒരു മത്സരം നടക്കുക. ബൊറൂസിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടം നടക്കുന്നത്. അതിനു മുൻപേ ഈ ദുർബലരോട് ഇത്തരത്തിലുള്ള ഒരു സമനില വഴങ്ങിയത് തീർച്ചയായും PSG-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിശീലകനായ ലൂയിസ് എൻറിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ PSG 31 മത്സരങ്ങളിൽ നിന്ന് 70 പോയിന്റുകൾ നേടിക്കൊണ്ട് 1-ാം സ്ഥാനത്താണ്. മൊണാക്കോ 30 മത്സരങ്ങളിൽ നിന്ന് 58 പോയിന്റ് നേടിക്കൊണ്ട് 2-ാം സ്ഥാനത്താണ്. PSG ലീഗ് 1 കിരീടം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായി കൊണ്ട് ഉറപ്പിക്കാൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. മൊണാക്കോ അടുത്ത മത്സരം ലിയോണിനോടാണ് കളിക്കുക. ആ മത്സരത്തിൽ മൊണാക്കോക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും PSG ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് കിരീടം നേടും എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സമനില PSG-യെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണെങ്കിലും ബൊറൂസിയക്കെതിരെയുള്ള മത്സരത്തിൽ അവർ മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.